ഒന്ന് സെൽപ്പടിക്കടാ. ജസ്റ്റ് വെള്ളം ഒഴിച്ചേക്കാം. ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെയാണ്. കുറേ നാൾക്ക് ശേഷം ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നേരം നമുക്ക് വണ്ടി എങ്ങനെയുണ്ട്, അതായത് നായ്ക്കുറുക്ക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, ഗുഡ്സ് ജീപ്പ് എന്ന് പറയും, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അന്നേരം വണ്ടി കണ്ടിട്ടില്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. അന്നേരം പോയി നോക്കിയിട്ട് സ്റ്റാർട്ടാകുമോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് പോലും നോക്കിയിട്ടില്ല, അതുകൊണ്ടൊന്ന് പോയി നോക്കാം സ്റ്റാർട്ടാകുമോ നോക്കെ. ബാ. വണ്ടിയുടെ കണ്ടീഷൻ നമ്മുടെ നാട്ടിൽ നായ്ക്കുറുക്ക് എന്ന് പറയും, അതുപോലെ ഗുഡ്സ് ജീപ്പ്. അന്നേരം വണ്ടി സ്റ്റാർട്ടാവുകയില്ലോ എന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും സാധനം മിസ്സിങ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം. കുറേ നാളായി സ്റ്റാർട്ടാകാതിട്ടേക്കുന്നത്, 2 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. അന്നേരം നമുക്ക് നോക്കാം. ഓക്കെ, ബോൾട്ടൊന്നും തുറക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്ന് വെച്ചിട്ടാണ്. ഇത് 4 വീലല്ല, ഈ വണ്ടി ഗിയർ ബോക്സ് നമ്മൾ തന്നെ തപ്പി നടക്കുന്ന സാധനം കേട്ടാ. സാധനമൊന്നും നമുക്ക് മിസ്സിങ് ഇല്ല കേട്ടോ. ജീവനെ ബാറ്ററി എടുക്കടാ. ഓയില് കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് മുമ്പ് ഫുള്ള് ജാമായിട്ടുള്ളത്. വേസ്റ്റ് എടുത്തേ, നമുക്ക് വേസ്റ്റ് എടുത്തോ. ലിഫ്റ്റ് പമ്പ് പണിയുന്നത്. ലിഫ്റ്റ് പമ്പ് കുറേ വർഷങ്ങളായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് പമ്പ് ലോഡാകുന്നില്ല, ഒട്ടും ആകുന്നില്ല. നമ്മൾ റെസ്റ്റ് സ്റ്റോപ്പ് എടുത്തിട്ടില്ല. ഓയില് കാര്യങ്ങളെല്ലാം ഒക്കെ. ഇങ്ങോട്ട് വെള്ളം എടുത്തിട്ടോ. ഇവിടെ വെള്ളം എവിടെയാണ് കേട്ടോ. പാനിത് ഡീസൽ ബെറ്റർ ഒരു രക്ഷയില്ലാതെ ഫുൾ ജാം, അല്ലെങ്കിൽ ലിഫ്റ്റ് മാറ്റേണ്ടി വരും. അന്നേരം ബാക്കിയൊന്നും മിസ്സിങ് കാര്യങ്ങളും കാണുന്നില്ല. ഓയിൽ ലെവലൊക്കെ ഓയിലൊക്കെ അങ്ങ് എത്തി. റേഡിയേറ്റർ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ഇതുപോലത്തെ കുറേ വണ്ടി ഉണ്ടായിരുന്നു, എല്ലാം അത്യാവശ്യം പൊളിച്ചു പോയി. ഇനി അവശേഷിക്കുന്ന കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ പണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഈ നായ്ക്കുറുക്ക് എന്ന് പറയുന്ന വണ്ടി കണ്ടവാനുണ്ട്. ഇപ്പം തീരെ കുറവ്, കാണാനേ ഇല്ല. ഇങ്ങനത്തെ വണ്ടികൾ കാണാനേ ഇല്ല.
ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ചടാ. ഒരു മിനിറ്റ് എടാ. ഒന്നും കൂടി ഇടാം. ലിഫ്റ്റ് അങ്ങനെ ഫ്രീ ആയി ലോഡാകുന്നുണ്ടോ? കുറച്ചും കൂടി ഡീസൽ ഇട്ട് കൊടുത്തു. അടിയുന്നുണ്ടോടാ? അന്നേരം ഉള്ളിൽ ഹീറ്റിങ്ങിൻ്റെ ലൈനുണ്ട്. ഹീറ്റർ അങ്ങോട്ട് വർക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല. ഹീറ്റാക്കുന്നുണ്ട് ഉള്ളിലെ. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം നിർത്തിയിട്ടാലും വിഷയമില്ല. നമ്മുടെ ഇപ്പോഴത്തെ സെൻസർ വണ്ടിയൊക്കെ ആണെങ്കിൽ ഏകദേശം 1 വർഷം 2 വർഷം നിർത്തിയിട്ട് പിന്നെ ആ വണ്ടി ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇങ്ങനത്തെ മോഡലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അന്നേരം ജസ്റ്റ് നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ജസ്റ്റ് സെൽഫ് അടിച്ച് നോക്കുവാണ്. പൾസ് ഉണ്ടോ എന്ന് നോക്കുവാണ്. അടിച്ചോ. അടി 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 അടി. ഒരു മിനിറ്റടാ. അടി. ഒന്ന് ജസ്റ്റ് സെൽഫ് അടിച്ചൂടെ? കട ഒന്ന് സെൽഫ് അടിക്കടാ. ഒരു മിനിറ്റ്. അടിച്ചോ. ഒരു മിനിറ്റ്. അടിച്ചടാ. ഒന്നുകൂടി വെച്ച് നമ്മുടെ ജീപ്പിന്റെ ബാറ്ററി എടുക്കുന്നത് മതി. അന്നേരം ഇതിൻ്റെ ഇപ്പം നമ്മൾ ലിഫ്റ്റ് ലോഡാക്കി. ലിഫ്റ്റ് കറക്റ്റ് വർക്കിംഗ് അല്ല. ലിഫ്റ്റ് മുമ്പ് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഇഞ്ചക്ടറിലോട്ട് ഡീസൽ വരുന്നുണ്ട്. കറക്റ്റ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അന്നേരം വേറെ അങ്ങനെ പമ്പ് കാര്യങ്ങൾ പ്രശ്നമില്ല. ഓയിൽ ലെവലും ഓക്കെയാണ്. അന്നേരം ജസ്റ്റ് നമ്മളിനി സ്റ്റാർട്ടിങ്ങിലോട്ട് പോവാണ്. ഇങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതവന് വന്നാലും സ്റ്റാർട്ടാകുന്ന ടൈപ്പ് വണ്ടിയാണ്. അതാണ് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. അതായത് സെൻസർ ഇപ്പോൾ ക്രാങ്ക് സെൻസറോ ക്യാം സെൻസറോ അങ്ങനെ ഏതൊരു സെൻസറൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ചത്താലും സ്റ്റാർട്ടാകില്ല. ഇങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സെൻസറും ഇല്ല, ഒന്നുമില്ല. എല്ലാം മെക്കാനിക്കലാണ്. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഇതൊക്കെ സ്റ്റാർട്ടാവും. അത് മാത്രമല്ല ഇതിൻ്റെ 4 വീലിൻ്റെ ഒക്കെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴത്തെ ഒരു വണ്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ വണ്ടി സ്ക്രാപ്പാക്കി എല്ലാവരും
ഉപേക്ഷിക്കുന്നത്. അന്നേരം നമുക്കിത് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. ഓക്കെ, അന്നേരം ബാറ്ററി നമ്മൾ കൊണ്ടുവന്ന അത്ര പവറില്ല, എഞ്ചിന് ഡബിൾ ബാറ്ററി വെച്ചിട്ട് ആക്കേണ്ടി വരും. എങ്ങനെയായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ടാകുമെന്ന് ഉറപ്പായി. കാര്യം വേറെ വിഷയങ്ങളൊന്നുമില്ല. ലിഫ്റ്റ് നമ്മുടെ വണ്ടിയായിട്ട് വ്യത്യാസമുണ്ട്. അന്നേരം ഹീറ്റാക്കി നമുക്ക് ഇനി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലോട്ട് നോക്കാം. ഓക്കെ, ജസ്റ്റ് വെള്ളം ഒഴിച്ചേക്കാം. ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെയാണ്. ജനക്ക് അടിച്ചോളാ. ആ പരിപ്പള കേട്ടാ. നേരെ നമ്മുടെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇറക്കമായതുകൊണ്ട് ചവിട്ടി ഇറങ്ങിയ കാര്യം, ബ്രേക്കൊന്നുമില്ല. അത് ജസ്റ്റ് ഡ്രൈവറിന് വന്ന ഇതാണ് വണ്ടി. അന്നേരം സ്റ്റാർട്ടാക്കി നമ്മൾ ജസ്റ്റ് ഓടിച്ചു നോക്കി. വണ്ടി ഇടിവെട്ട സാധനം കേട്ടോ, ഒരു വിഷയമില്ല. വണ്ടി വർക്കിംഗ് ചെയ്തൊന്നും ഒരു വിഷയമില്ല. ബ്രേക്ക് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം വർക്ക് ചെയ്താൽ മതി. പക്ഷേ ലീഫ് കാര്യങ്ങളെല്ലാം തുരുമ്പിച്ച് പോയി കേട്ടോ. എല്ലാ സംഭവം തുരുമ്പിച്ച് ഏകദേശം പരിപ്പളകി. ഓക്കെ,
അന്നേരം നമ്മൾ കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ചെയ്തു, സ്റ്റാർട്ടായി. സിമ്പിളായിട്ട് ഇങ്ങനത്തെ വണ്ടി സ്റ്റാർട്ടാകാൻ വരുമ്പോൾ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടർ വല്ല പണിമുടക്കോ അതുപോലെ ഡീസൽ പെട്രോൾ ഈ 2 വർഷങ്ങളേ ഉള്ളൂ, വേറൊന്നും വിഷയങ്ങളില്ല. ഡയറക്റ്റ് കൊടുത്താൽ സ്റ്റാർട്ടാകുന്ന വണ്ടിയാണ്. അന്നേരം വണ്ടി തുരുമ്പ് പിടിച്ച് പോയി, എന്നാലും ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. പെർഫോമൻസ് ഒക്കെ അടിപൊളി. വണ്ടി ബ്രേക്ക് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അന്നേരം നമുക്ക് അടുത്തൊരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.